Hi dear friends, welcome back to Happy Life TV. പലപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അറിയാതെ സംഭവിക്കുന്ന ഒരു നിസ്സാരമായ അബദ്ധമാണ് ഡിസ്കൗണ്ടിങ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഭർത്താവ് ഭാര്യയോട് എന്തെങ്കിലും കാര്യമായ വിഷയം സംസാരിക്കുന്നതിനിടയിൽ ഭാര്യ അറിയാതെ, ബോധപൂർവമല്ല അറിയാതെ കയറി അങ്ങ് മറ്റെന്തെങ്കിലും പറഞ്ഞു പോകും. തൻ്റെ ബിസിനസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ജോലിയെക്കുറിച്ച്, പ്രൊമോഷനെ കുറിച്ച് വളരെ പ്രതീക്ഷയോടുകൂടെ എനിക്ക് വലിയ ഒരു ഡീല് കിട്ടാൻ പോകുക, ആ ഡീല് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ബിസിനസ്സിൽ അങ്ങ് കരകയറ്റമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭർത്താവ് ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് ഭാര്യ വന്നിട്ട് നമ്മുടെ ആ ചെമന്ന കോഴിയില്ല അത് മുട്ടയിട്ടു എന്ന് പറഞ്ഞ് ഈ സംഭാഷണം അങ്ങ് അതിന് ഇടയ്ക്ക് കയറിയിട്ട് അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പലപ്പോഴും കണ്ടിട്ടുള്ളത് അതിന് ശേഷം അവർ സംഭാഷണം നിർത്തും. ഞാൻ കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞു വരുന്ന സമയത്ത് നീ അതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് സംസാരിച്ചില്ല, ഇനി ഞാൻ ബാക്കി പറയുന്നില്ല. ഇത് പലപ്പോഴും നമ്മൾ അനുഭവിച്ചതാണ്. കാരണം ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അതൊരു ഇൻസൾട്ടിങ് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ സംഭവിക്കുന്നതാണ്, പക്ഷെ അതൊരു ഇൻസൾട്ടിങ് ആണ്. അതേപോലെ ഭാര്യമാർ കടന്നു വന്നിട്ട് ഭർത്താവിനോട് എന്തെങ്കിലും ഒരു ഫീലിംഗ് ഉണ്ടായ ഒരു അനുഭവം പറയുന്ന സമയത്ത് പല ഭർത്താക്കന്മാരും ചെയ്യടി നീ പോയിട്ട് ഭക്ഷണം എടുത്തു വെക്ക്, അത് നമുക്ക് പിന്നെ പറയാം. ഹൗ കൻ യു സേ ദാറ്റ്? ഒരു സ്വന്തം ഭാര്യ, ഇണയായ ഭാര്യ കടന്നു വന്നിട്ട് അവരുടെ ഫീലിംഗ്, അവരുടെ എല്ലാമായ ഭർത്താവിനോട് പറയുന്ന സമയത്ത് ഫീലിംഗ് പിന്നെ പറയാം, നീ ഇപ്പോൾ ഫുഡ് എടുത്ത് വെക്കെന്ന് പറയാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുക? അപ്പോൾ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സംഭാഷണങ്ങൾക്കിടയിൽ കയറി മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത് വഴിതിരിച്ച് വിടാതിരിക്കുവാൻ വേണ്ടി, മറ്റുള്ളവർ പറയുന്നത് കേൾക്കുവാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. ഇനി വളരെ പ്രധാനപ്പെട്ട അർജൻറ്റുള്ള വല്ല വിഷയങ്ങളുമാണെങ്കിൽ ഒരു എക്സ്ക്യൂസ് മീ പറഞ്ഞതിന് ശേഷം, ഒരു കാര്യം പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം വേണം നമുക്ക് അത്തരം കാര്യങ്ങൾ പറയാനായിട്ട്. അതോടൊപ്പം തന്നെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലപ്പോഴും ബി അവൈലബിൾ. യു ജസ്റ്റ് ബി അവൈലബിൾ ഫോർ യുവർ ഹസ്ബൻഡ്. പലപ്പോഴും പല സ്ത്രീകളെക്കുറിച്ചും ഭർത്താക്കന്മാരെ പറയാറുണ്ട്, ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ തന്നു കഴിഞ്ഞാൽ അവൾ അടുപ്പത്ത് ചായ വെച്ചിട്ടേ സംസാരത്തിന് വരത്തുള്ളൂ. അടുപ്പത്ത് വെള്ളം വെച്ചിട്ട് കലം വെച്ചിട്ട് ഒരിക്കലും ഭർത്താവിൻ്റെ അടുത്ത് സംസാരിക്കാൻ പോരുത്. ഭർത്താവ് ഇങ്ങനെ തുടങ്ങി വരുമ്പോഴത്തേക്കും വെള്ളം ചൂടായിട്ടുണ്ടോ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു പോകും, അല്ലെങ്കിൽ അത് കരിയാൻ തുടങ്ങിയിട്ടുണ്ടോ ഞാനിപ്പം വരാമെന്ന് പറഞ്ഞിട്ട് പോകും. യു ജസ്റ്റ് ബി അവൈലബിൾ. അത് ഓഫ് ചെയ്തിട്ട് ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് ഓഫ് ചെയ്തിട്ട് ഞാൻ ഓഫ് ചെയ്ത് വരാം, എന്നാൽ സംസാരിക്കാമല്ലോ, അതാ ഭർത്താവിന് വലിയ സന്തോഷമായിരിക്കും. അതുപോലെ തന്നെ ഭാര്യ പറയുന്ന സമയത്ത് ഭർത്താവ് ഇതേ രീതിയിൽ തന്നെ പരിഗണന അങ്ങോട്ടും കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്കൗണ്ടിങ് അല്ലെങ്കിൽ ക്രോസിങ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരിക്കുകയും അതുകൊണ്ട് നാം പോലും അറിയാതെ ഉണ്ടാവുന്ന, കാരണം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബാക്കി ബെഡ്റൂമിലോ അതിൻ്റെ ബാക്കി അപ്പുറത്തോ നാളെയും മറ്റന്നാളോ ഒക്കെ കാണുമായിരിക്കും. ഒരു ഫംഗ്ഷന് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കും. അത് മറ്റ് പലതരത്തിലുമാണ് അത് പ്രതിഫലിക്കുന്നത്, കാര്യം വളരെ നിസ്സാരമാണെങ്കിലും. അപ്പോൾ ശ്രദ്ധിക്കുക, സംസാരിക്കുന്ന സമയത്ത് ഒരിക്കലും ഞാൻ മറ്റേയാൾ ഡിസ്കൗണ്ട് ചെയ്യുന്നില്ല എന്ന് രണ്ടുപേരും ഉറപ്പുവരുത്തുക. നമുക്കതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ വിഷയങ്ങളുമായി മറ്റ് എപ്പിസോഡുകൾ നമുക്ക് വീണ്ടും കാണാം. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ബി വിത്ത് us. ഹാപ്പി ലൈഫ് TV.